പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെലങ്കാന സ്വന്തം രാജത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് പുനലൂരിൽ നിന്ന് തെന്മല പോകുന്ന റൂട്ടിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല മഴയുണ്ട്. നമ്മളിനി അവിടെ പോകുമ്പോൾ എന്തുവാണെന്ന് കണ്ടറിയാം. അത്യാവശ്യം ഓഫ് റോഡൊക്കെ കാണും കേട്ടോ. വീട്ടിൽ വെച്ച് അടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം. വഴിക്ക് ഇതാണ്ട് നല്ല അടിപൊളി ഒരു കിടില സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്കാണ്, നോക്കി വന്നു കഴിഞ്ഞാൽ കാണാം ഒരു നല്ല ഒരു വളവുണ്ട് ഇവിടെ കേട്ടോ. അപ്പം ആ വളവിൻ്റെ അവിടെ സൂക്ഷിച്ച് കണ്ട് നിന്നില്ലെങ്കിൽ വണ്ടി മേളിൽ കൂടെ കയറി ഇറങ്ങും. ഞാനിപ്പോൾ നിന്നപ്പോൾ തന്നെ ഒരു ലോറി വന്ന് എനിക്ക് പണിയായനായിരുന്നു. അടിപൊളി സ്പോട്ടാ കേട്ടോ. അയ്യോ ഞാൻ മഴയായിട്ട് പോലും എൻ്റെ ഗോപുരം നനച്ചിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരുന്നത്. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ പോവാം, ഇല്ലെങ്കിൽ സമയം ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ പണി കിട്ടും. എൻ്റെ ചെറുക്കനെ ഞാൻ ഒരുപാട് നോവിക്കുന്നുണ്ട്. വണ്ടി ഓട്ടിക്കാമെന്ന് വർക്ക്ഷോപ്പിൽ എണ്ണം പറഞ്ഞിട്ട് ഇപ്പം ഒരു ട്രിപ്പ് മൊത്തത്തിൽ അങ്ങ് പോവുക. ക്ഷമിക്കും, ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. പിന്നെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കുന്നതായിരിക്കും. റെഡിയാക്കിയിട്ട് കുട്ടപ്പനാക്കിയിട്ട് ഇനി എവിടെയെങ്കിലും പോകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലാനിലെ സ്പോട്ട് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് തമിഴ്നാട് കേരള ബോർഡറിലാണ്. കറക്റ്റ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞ് കുറച്ച് പോയാൽ അത് നമുക്ക് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം പോകുന്നവർ സൂക്ഷിച്ചൊക്കെ പോകണം. കാരണം അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള ഒരു ഏരിയയാണ്. എനിക്ക് മുന്നേ കയറിയവർ ഞാൻ ചെന്നപ്പം തിരിച്ചിറങ്ങുമായിരുന്നു. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ മേളിൽ കയറാൻ യാതൊരു വഴിയില്ല, കയറിപ്പോയാൽ തന്നെ തിരിച്ചിറങ്ങി വരാൻ പാടായിരിക്കും, അമ്മാതിരി കാറ്റാണ് അവിടെ അടിക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാനത് കാര്യമാക്കിയിട്ടില്ലായിരുന്നു. കാര്യമാക്കാതെ ഞാൻ കയറി ചെന്നു. പക്ഷേ എനിക്ക് പകുതി വരെ പോകാൻ പറ്റുള്ളൂ. എൻ്റെ പകുതി പ്രതീക്ഷയും ഞാൻ അവിടെ വെച്ച് നിർത്തിയിട്ടാണ് ഞാൻ തിരിച്ച് താഴെ ഇറങ്ങിയത്. ആര്യങ്കാവ് എത്താറാവുന്നതിന് മുന്നേ ഒരു ജംഗ്ഷനുണ്ട്. അപ്പം അവിടുന്ന് നിങ്ങൾ നോക്കി വരണം. ഇവിടുന്ന് വലത്താണ്, അവിടെ നേരെ വലത്ത് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. അപ്പോൾ നോക്കി വന്നു കഴിഞ്ഞാൽ ഫുള്ള് കാടാണ്. ഓഫ് റോഡാണ് മൊത്തം. എൻ്റെ കൂടെ എപ്പോഴും ട്രിപ്പിന് വരുന്നൊരു ചങ്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് പണിയില്ലാത്തതുകൊണ്ട് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. അപ്പം എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് അവന് പണിയുണ്ടായിരുന്നു, അതുകൊണ്ട്. പക്ഷേ അയാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വൈബായിരുന്നു. അയാളെ മിസ്സാവുന്നുണ്ട്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അയാളെന്നെ തല്ലിക്കൊല്ലും. കാരണം ഞാൻ എവിടെ പോയാലും വിളിക്കുന്നതാണ്. ഒന്ന് വിളിച്ചായിരുന്നു, പക്ഷേ വരുന്നതൊന്നും ചോദിച്ചില്ല. പനിയിലായതുകൊണ്ട് പിന്നെ വരാൻ പാടില്ല. നേരെ ലെഫ്റ്റാണ്, റൈറ്റ് പോയി കഴിഞ്ഞാൽ റോസ്മലയാണ്. 4 കിലോമീറ്റർ ഉണ്ടോ? അയ്യോ, എന്തോ ചെയ്യൂടെ? വെള്ളത്തിൽ ഇറക്കാതെ നിവർത്തുള്ളൂ.
മൊത്തത്തിൽ പണി പാടിയിരിക്കുമായിരുന്നു. അയ്യോ എൻ്റെ ക്ഷീമത്തുള്ളത്തിലാണ്. വണ്ടി പോവോ? വണ്ടി പോവോ? പോവോ? ആണോ? 10 പോവോ? ആ നേരെ ഇടുന്ന വഴിയോ? ആ നേരെ കിടക്കുന്ന വഴിയായിരിക്കും. വണ്ടിയൊക്കെ പോകുന്നല്ലേ? ഇവിടെ 4 കിലോമീറ്റർ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. 2 കിലോമീറ്റർ അപ്പൊ വണ്ടി പോകും. അപ്പൊ നേരെ കിടക്കുന്ന റോഡായിരിക്കും. ലൈവാ. അങ്ങോട്ട് വഴിയുണ്ടോ? താഴോട്ട്? അതുവഴി അതുകൊണ്ട് വരുന്നമാര്. പാവങ്ങൾ വണ്ടി പോകത്തില്ല എന്നും പറഞ്ഞുകൊണ്ടാ അവന്മാർ നടന്നു വരും. ഇത്രയും ദൂരം അവന്മാർ നടക്കണമല്ലോ ദൈവമേ. ഇതിലേ വഴി മാപ്പ് നോക്കണ്ട വരൂ. വഴിയാണെന്നാ തോന്നുന്നേ. ചിലപ്പോൾ കയറിപ്പോയി നോക്കാം. എന്തും കുഴിയാണല്ലോ. മോനെ പെട്ട് ഇതുവഴിയല്ല. ഇതേതോ വീട്ടിലെങ്ങാണ്ട് പോകുന്ന റോഡാ. കേട്ടോ. ഇവിടെ തന്നെ കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ടായിരിക്കും കമ്പി വേലി കെട്ടി മറച്ചിട്ടേക്കല്ല. എടാ ഇതുവഴിയാണോ പോകുന്നത്? രാജത്തോട്ടം കോമ്പാടാണോ? ആ വണ്ടി കയറ്റാനൊക്കെ പാടാന്നാ പറയുന്നത് കേട്ടോ. നമുക്കൊന്ന് കയറ്റി നോക്കാം. വെള്ളത്തിൽ കൂടെ പോകുന്നല്ലേ ഉള്ളൂ, പോകത്തില്ലെന്നല്ലേ ഉള്ളൂ വണ്ടി. തുഴഞ്ഞ് കയറട്ടെ. വണ്ടിയൊക്കെ പോകൂടെ മരം നമ്മൾ ചുമ്മാ പറ്റിക്കുക. വരെ പോകുള്ളൂ വണ്ടി. ദൂരെന്നാ കയറി പോന്നെ? അപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് ഏതുവഴി പോവും? 2-3 റോഡൊക്കെ ഉണ്ടല്ലോ. ഇത്രയും തണുപ്പടിച്ചിട്ടും ഞാൻ അകത്ത് നിന്ന് പുഴുങ്ങുക. ജാക്കറ്റ്, ഒരു ഷർട്ട്, പിന്നെ റെയിൻകോട്ട് ഇത്രയും കൂടെ ഇട്ടുണ്ടാ കയറുന്നേ. അയ്യോ ഡെസ്റ്റിനേഷൻ എത്തി. ഇനി മേളിൽ കുറച്ച് ദൂരേ ഉള്ളൂ മേലോട്ട് പോയി. ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ ഫുള്ള് മഞ്ഞ. ഇവിടെ നിന്നും ഫുള്ള് മലയായിരിക്കും നമുക്ക് കാണുന്നത്. പക്ഷേ ഒന്നും കാണാൻ പറ്റുന്നില്ല. മഞ്ഞ, ഫുള്ള് മഞ്ഞ. ഇതുവഴി നടന്ന് വേണം കയറിപ്പോയി. കാറ്റെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ്. ഇനി ഹൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട്. പറയാൻ പറ്റില്ല.
രക്ഷയില്ലാത്ത കാറ്റാട്ടോ. നമുക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങും, താഴോട്ട് ഇറങ്ങും. ഇനി അടുത്ത വീഡിയോ വീട്ടിൽ നിന്നിട്ട് ഇടാം. അല്ലാതെ ഇവിടെ നിന്നൊരു വീഡിയോ ഇടാൻ പറ്റത്തില്ല. ഞാൻ ഇനി വീട്ടിൽ പോകുന്നത് വരെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കുറച്ച് നല്ല മഴയുണ്ട്. ഇതുപോലെ കിഡിലെ സ്പോട്ടുകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനി എത്തുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ ബൈ.